ഹലോ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അബ്ദു ആണ്. ഞാൻ മക്കയിൽ നിന്ന് ഈ വർഷത്തെ ഹജ്ജിൻ്റെ കാഴ്ചകളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കാഴ്ചയിലേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഈ വർഷത്തെ ഹജ്ജിൻ്റെ കാലമാണ് ഈ കാലം. അപ്പോൾ ഒരു നല്ല 48 ഡിഗ്രി ചൂട് ആണ് മക്കയിൽ ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു ചുട്ടുപൊള്ളുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ മക്കയിലെ ഹറമിൽ നിന്ന് ഈ ഇന്നത്തെ വെള്ളിയാഴ്ച ഹറമിൽ നിന്ന് റൂമിൽ നിന്ന് ഹറമിലോട്ടും പോകുന്ന ഹാജിമാരുടെ തിരക്കേറിയ ഒരു പാതയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ ചുട്ടുപൊള്ളുന്ന ഈ ചൂടത്ത് ആളുകൾ വെള്ളം കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ആ രണ്ട് ബിൽഡിങ്ങിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിമനോഹരമായിട്ട് നിൽക്കുന്ന ആ മക്കയിലെ ക്ലോക്ക് ടവർ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അത് മക്കയിലെ ഗസ എന്ന് പറയുന്ന അതിമനോഹരമായ ബിൽഡിങ്ങുകളെ കൊണ്ട്, അമ്പരച്ചുംബികളായ ബിൽഡിങ്ങുകളെ കൊണ്ട് നിറക്കപ്പെട്ട ഗസയുടെ മണ്ണിലാണ് ഞാൻ നിൽക്കുന്നത് സഹോദരന്മാരെ. അപ്പോൾ അവിടുത്തെ നല്ല അതിമനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണെന്നുണ്ടെങ്കിലും നല്ല മനോഹരമായ കാഴ്ചയാണ് മക്കയിലെ കാഴ്ച. ഒരുപാട് ആളുകൾ പല രാജ്യങ്ങളിൽ നിന്ന് പല ദേശങ്ങളിൽ നിന്ന് ഈ മക്കയിലേക്ക്, ഈ ഹറമിലേക്ക് വന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ തിരക്കാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കറുത്തവരും വെളുത്തവരും മുതലാളിയും ആരും വ്യത്യാസമില്ലാതെ നമ്മുടെ മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി വരുന്ന ഹാജിമാരുടെ തിരക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കാഴ്ചയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഈ മക്കയിലെ ഈ ഹജ്ജിൻ്റെ സീസണിൽ ഇവിടെ ഒരുപാട് ആഫ്രിക്കയിൽ നിന്നും അതുപോലെ ഒരുപാട് ആളുകൾ ഇവിടെ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ കച്ചവടം ചെയ്യാൻ കേട്ടോ. ഇത് കന്തൂറയാണുള്ളത് ചെറിയ കുട്ടികൾക്ക്. ഏകദേശം ഇവിടുത്തെ റേറ്റ് 10 റിയാലാണ്. 10 റിയാൽ എന്ന് പറയുമ്പോൾ അപ്പോൾ ആ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇത് കച്ചവടം ചെയ്യുന്നത് അവർ പാവങ്ങൾ കേട്ടോ. ആഫ്രിക്കയിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ പേപ്പറുകളും ഒന്നുമില്ലാത്ത പാവങ്ങളാണ് കച്ചവടം ചെയ്യുന്നത്. 10 റിയാലാണ് കേട്ടോ. അപ്പോൾ നാട്ടിലത്തെ 200 രൂപയാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നല്ലൊരു അടിപൊളി കാഴ്ചയാണ്. ഒരുപാട് ആളുകൾ തിങ്ങി നിറഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് മക്കയിലെ കാഴ്ചകൾ നമ്മൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പോൾ ഇനിയും നല്ല മക്കയിലെ കാഴ്ചകൾ നമ്മൾ ഈ വീഡിയോയിൽ, ഈ ചാനലിൽ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. ഒരുപാട് യാത്രകളിലൂടെ ഒരുപാട് ദേശങ്ങളും ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്യുന്ന കാഴ്ചകളായിരിക്കും നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയുക കേട്ടോ. അപ്പോൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന, ഞാൻ എവിടെയൊക്കെ പോകുന്ന അവിടുത്തെ അതിമനോഹരമായ ട്രാവൽ വീഡിയോ ഈ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മക്കയിലെ ഒരു മനോഹരമായ കാഴ്ചയാണ് ഞാൻ നിങ്ങളുമായി പകർത്തുന്നത്. അപ്പോൾ സഹോദരന്മാരെ, മക്കയിലുള്ള നല്ലൊരു കാഴ്ചയാണ് നിങ്ങളുമായി വീണ്ടും ഞാൻ നിങ്ങൾക്ക് പകർത്തി തരുന്നത് കേട്ടോ. ഏകദേശം ഹജ്ജിൻ്റെ സമയമായി കഴിഞ്ഞു. ഇനി ദിവസങ്ങൾ മാത്രമാണ് ഹജ്ജിന് വേണ്ടിയുള്ളത്. അങ്ങനെ ബാക്കി നിൽക്കെ മക്കയിലെ ഗസയിലെ ഒരു മനോഹരമായ ഒരു റോഡ് കാഴ്ചയാണ് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത്. ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് തിങ്ങി നിറഞ്ഞുകൊണ്ട്. ഒരുപാട് പാവപ്പെട്ട ആഫ്രിക്കയിൽ നിന്ന് വന്ന ആളുകളൊക്കെ അവർ കച്ചവടം ചെയ്യുകയാണ് കേട്ടോ. ഈ കാണുന്നത് പോലീസ് പിടിച്ചുമ്പോൾ അത് വലിയൊരു വിഷയമാകും. അപ്പോൾ അവർ പേടിച്ചിട്ടാണ് മക്കളെ പോറ്റാൻ വേണ്ടി അവർ കച്ചവടം ചെയ്യുന്നത്. അവർ വലിയ കന്തൂറയും അതുപോലെ ഡ്രസ് ഐറ്റംസുകളാണ്. ഏകദേശം 10 റിയാലാണ് അവർ പറയുന്ന വില. അത് നാട്ടിലെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നാട്ടിലെ ക്യാഷ് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 200 രൂപയുടെ മുകളിലാണ് അവിടുത്തെ വില കേട്ടോ. അപ്പോൾ മക്കയിലെ നല്ല കാഴ്ചയാണ് നിങ്ങളുമായി ഞാൻ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. മക്കയിലെ ഗസയിലെ ഒരു വലിയ ബിൽഡിംഗ് സമുച്ചയമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരെ. അപ്പോൾ എന്താണെങ്കിലും മക്കയിലെ ഹജ്ജിൻ്റെ ഈ വർഷത്തെ 2024 ഈ വർഷത്തെ അതിമനോഹരമായ കാഴ്ചകളും അതുപോലെ
നമ്മൾ ട്രാവൽ ചെയ്യുന്ന യാത്ര ചെയ്യുന്ന നമ്മൾ ഓരോ സ്ഥലങ്ങളിലും പോകുന്ന അതിമനോഹരമായ അവിടുത്തെ കാഴ്ചകളൊക്കെ എൻ്റെ ഈ ചാനലിൽ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരോടും സ്നേഹം മാത്രം.